എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ എങ്ങനെയാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നതെന്നാണ് വിവരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ആ രാജ്യത്ത് ഡ്രൈവ് ചെയ്യാനായി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് ലഭിക്കുന്ന ഇന്റർനാഷണൽ പെർമിറ്റിന് ഒരു വർഷത്തെ കാലാവധിയാണുണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്ന ലിങ്കിൽ പോകുക. ഇവിടെ ഓൺലൈൻ സർവീസിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പോപ്പ് അപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും കാണുന്നതാണ്. ഈ കാണുന്ന അപ്ലൈ ഫോർ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണുന്നതാണ്. ഏറ്റവും താഴെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 15 ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക. 15 ഡിജിറ്റൽ ഇല്ലെങ്കിൽ താഴെ കാണുന്ന ഫോർമാറ്റിൽ 15 ഡിജിറ്റലാകുക. കൂടുതൽ മനസ്സിലാവാനായി സ്ക്രീനിൽ കാണുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ജനന തീയതി കൊടുക്കുക. പിന്നീട് ഗെറ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈസൻസിന്റെ വിവരങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നമ്മുടേതാണെന്നതിന് യെസ് കൊടുക്കുക. പിന്നീട് RTO ഓഫീസ് സെലക്ട് ചെയ്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ RTO ഓഫീസ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആണെങ്കിൽ RTO ഓഫീസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ RTO ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് സബ് റീജിയണൽ ഓഫീസ് ഏത് RTOയുടെ കീഴിലാണോ അത് സെലക്ട് ചെയ്യുക. പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാവുന്നതാണ്. എംപ്ലോയി കാറ്റഗറി വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കണ്ടിന്യൂവിൽ പോയാൽ ഒരു പോപ്പ് അപ്പ് വിൻഡോ വരുന്നതും അതിൽ അഡ്രസ് കാണിക്കുന്നതുമാണ്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ ആവശ്യമുള്ള സർവീസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇഷ്യൂ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊടുക്കാം. എന്നിട്ട് പ്രൊസീഡിൽ പോകുക. തുടർന്ന് ഇവിടെ ബെർത്ത് പ്ലേസ്, ബെർത്ത് കൺട്രി, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പയർ ഡേറ്റ് എന്നിവ കൊടുക്കുക. പിന്നീട് കാണുന്ന രണ്ട് ബോക്സിലും ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് കൊടുത്ത് ബോക്സിൽ അതിന്റെ കാരണം കൊടുക്കുക. അല്ലെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോകുക. ഇവിടെ നിങ്ങൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. റീസ്ട്രിക്റ്റുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണോ എന്നത് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ RTOയിൽ ബന്ധപ്പെട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ എന്നും അപ്ഡേറ്റ് ആയിരിക്കണമെന്നില്ല. ഇവിടെ വിസ നമ്പർ കൊടുക്കുക. വിസയുടെ വാലിഡിറ്റി ഏതുവരെയാണെന്നും കൊടുക്കുക. ഇവിടെ വെഹിക്കിൾ ക്ലാസ് ഏതാണെന്ന് കൊടുക്കുക. എന്നിട്ട് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാറ്റ അക്സെപ്റ്റ്സ് എന്നു കാണാം. തൊട്ടു താഴെ സെൽഫ് ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ രണ്ടാമത്തെ യെസ് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം നോ കൊടുക്കുക. ശേഷം ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് വരുന്ന പോപ്പ് അപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കുക. സബ്മിറ്റ് സക്സസ്ഫുള്ളി എന്നു കാണാം. ഇവിടെ ബേക്ക് കൊടുത്താൽ മുമ്പത്തെ പേജിലേക്ക് തിരികെ എത്തുന്നതാണ്. ഇവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓർഗാൻ ഡൊണേറ്റുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ ഡൊണാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യെസ് കൊടുക്കുക. അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. തുടർന്ന് വരുന്ന പോപ്പ് അപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കുക. സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ ഓക്കെ കൊടുക്കുക. പിന്നീട് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ വിവരങ്ങൾ കാണുന്നതാണ്. ഇവിടെ RTO ഓഫീസ് കാണുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് താഴെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പ്രൊസീഡിൽ പോകുക. അടുത്ത പേജിൽ ഓക്കെ കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. ഇന്ത്യൻ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസുമാണ് കൊടുക്കേണ്ടത്. ഓരോന്നായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് 500 KB താഴെ ആയിരിക്കണം. ഇവിടെ ആദ്യം പാസ്പോർട്ട് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് വരുന്ന കോളങ്ങളിൽ പാസ്പോർട്ട്, ഡോക്യുമെന്റ് നമ്പർ, ഇഷ്യൂ ഡേറ്റ് ഇങ്ങനെ ഓരോന്നും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. പിന്നീട് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് താഴെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ലൈസൻസും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്ത പേജിൽ മുകളിൽ വിവരങ്ങൾ കാണുന്നതാണ്. ഇവിടെ പേയ്മെന്റാണ് ഇനി ചെയ്യാനുള്ളത്. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫീസ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. താഴെ ബാങ്കിൽ ട്രഷറി സെലക്ട് ചെയ്യുക. ശേഷം ക്യാപ്ച കൊടുത്ത് പേ നൗയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് കൊടുത്ത് പ്രൊസീഡിൽ പോകുക. ഇവിടെ അനുയോജ്യമായ പേ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്താൽ GRN നമ്പർ ജനറേറ്റ് ആയി വരുന്നതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ ഇവിടെ പേയ്മെന്റ് വിവരങ്ങൾ കൊടുത്ത് പേയിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെന്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇതോടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നു. പിന്നീട് അപ്ഡേറ്റുകൾ മെസ്സേജ് വഴി വരുന്നതാണ്. പെർമിറ്റ് ഇഷ്യൂ ചെയ്താൽ പോസ്റ്റിലൂടെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.